എല്ലാ വിത്തുകളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഇത് എന്തൊക്കെ വിത്തുള്ളതെന്ന്. ഇത് പലതരം പലതരം നെൽവിത്തുകൾ. ഇത് ചിലപ്പോൾ 4 കഷ്ണം 5 കഷ്ണമാക്കും. ഇങ്ങനെ വെട്ടിയും ഇങ്ങനെ വെട്ടിയും ഇങ്ങനെ വെട്ടിയും ഇങ്ങനെ വെട്ടിയും ഇങ്ങനെ വെട്ടിയും. 10 കിണറിന് തുല്യമാണ് കുളമെന്നും 10 കുളത്തിന് തുല്യമാണ് ജലാശയമെന്നും 10 ജലാശയത്തിന് തുല്യമാണ് പുത്രനെന്നും 10 പുത്രന് തുല്യമാണ് ഒരു മരമെന്നും. അത് ഒരു നാട്ടിലുള്ള സംസ്കാരം, മ്യൂസിക്, കഥകള്, അതൊക്കെ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഊരുതണ്ടികൾ. അപ്പൊ അങ്ങനെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ പ്രത്യേകപ്പെട്ട ഒരു സ്ഥലത്താണ് എത്തിയത്. പെരിന്തൽമണ്ണടുത്ത് ആലിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം. പെരിന്തൽമണ്ണ ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉൾഭാഗത്തേക്ക് ആലിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു വിത്തുപുരുണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ളൊരു വിത്തുപുരം എന്ന് വെച്ചാൽ ഞാൻ ഇവരെ പരിചയപ്പെട്ടിരുന്നു. സുരേഷ് മലയാളി എന്ന് പറയുന്ന ഒരാളുണ്ട്. അവരെ പരിചയപ്പെട്ടിരുന്നത് മലപ്പുറത്ത് അങ്ങാടിയിൽ നമ്മൾ ക്രിസ്ത്യൻ ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ തൊട്ടടുത്ത് എന്നും നിങ്ങൾക്ക് റോഡിൽ ഒരു മനുഷ്യന് വിത്ത് വെറുതെ ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുന്നതും അവരെ കവിത ചൊല്ലി കേൾപ്പിക്കുന്നതൊക്കെ ആയിട്ട് ഒരു വ്യക്തിനെ നിങ്ങൾക്ക് അവിടെ മലപ്പുറം കുന്നുമ്മൽ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അവരെന്നെ അങ്ങോട്ട് ക്ഷണിച്ചാണ് വിത്തുപുര എന്ന് പറഞ്ഞാൽ അവരെ ഗ്രാമത്തിലേക്ക്. ഈ സറൗണ്ടിങ് ഗ്രാമങ്ങളിൽ പല ഇതും ഉണ്ടാക്കും, തൊപ്പിക്കോട് അങ്ങനെ പലതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ കാണുകയും ചെയ്യുക, അതൊന്ന് അനുഭവിക്കുകയും ചെയ്യുക. അസൽ ഗ്രാമീണ ജീവിതം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇന്ന് വന്നതാണ്. അപ്പോൾ ജസ്റ്റ് സുരേഷ് മലയാളീനൊന്ന് നമുക്ക് പരിചയപ്പെടാൻ പോയിട്ട്. ഈ കാണുന്നതാണ് സുരേഷ് മലയാളീൻ്റെ കൊച്ചു വീട്. അപ്പോൾ നമുക്ക് മുപ്പര്. ഹലോ സുരേഷ് ഏട്ടാ. സ്വാഗതം സ്വാഗതം. സ്വാഗതം. അവര് നിങ്ങളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്ന് നിങ്ങളെ പരിചയപ്പെടാൻ പാടാ. അവിടെ ഉള്ളത് ഇവിടെ എല്ലാ കുലുമാലുകളുള്ള നാടാണ്. തൊപ്പിക്കോടെ തന്നെ ഉണ്ടല്ലോ, എല്ലാം ഫ്രണ്ട് തന്നെ അല്ലേ? എല്ലാ കുലുമാലുകളുള്ള നാടാണ്. തൊപ്പിക്കോട ഉണ്ട്, ചട്ടിയും കലമുണ്ട്, പൂജാ വിളക്കുകളാണല്ലോ. അതെ, ഒക്കെ മണ്ണോട് ഉണ്ടാക്കണത്. അപ്പൊ നിങ്ങളെ ഗ്രാമത്തില് വിത്തുപുരയിൽ വിത്തുപുര എന്ന് പറഞ്ഞ വലിയ ബോർഡൊക്കെ കാണാം ഇവിടെ. വിത്തറ്റു പോകാതെ വിത്തുപുര, വിത്തറ്റു പോകാം, സത്യാഗ്രഹ സദാഗ്രഹാർത്ഥം അല്ലേ? അതെ. ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്. വിത്തറ്റ് പോകാതെ തന്നെ ഇപ്പൊ നമ്മളെ നാട്ടിൻപുറത്തുള്ള കുറെ നന്മയൊക്കെ അല്ലേ. എല്ലാ കുലുമാലുകളും ഇവിടെ ഉണ്ട്. തൊപ്പിക്കട ഉണ്ടാക്കുന്നുണ്ട്, ചട്ടിയും കലം ഉണ്ടാക്കുന്നുണ്ട്, ചുട്ടുപാപ്പടം കഞ്ഞി അമ്മന്തിണ്ട്, നൂലുനൂൽപ്പുണ്ട്, പുഴയുണ്ട്. പിന്നെ ഏറ്റവും വലിയ ചേന ഉണ്ടാക്കുന്ന നാടാണിത്. ചേനഗ്രാമം തോനുണ്ടാക്കുന്ന ചേന ഇവിടെ. പിന്നെ വിത്തറ്റ് പോകാതെ പിന്നെ കുറച്ച് സാഹിത്യം കലയൊക്കെ വായിക്കണ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതാണ് സത്യസദാഗ്രഹം കേട്ടോ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുക. അപ്പോൾ സാഹിത്യം കലയും വായിക്കൊണ്ട് അത് പറയണത്. അപ്പോൾ ചെറുതായിട്ട് പറയാം, ഈ പയ്യനെ കറക്കണവർ, ഓട്ടോറിക്ഷ ഓടിക്കണവർ, തുന്നപ്പണിക്കാർ, ഇതൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഗ്രാമീണരെ സഹായിക്കുന്നവരെ, തൊപ്പിക്കുട ഉണ്ടാക്കുന്നവരെ, കല ഉണ്ടാക്കുന്നവരെ, നൂല് തോൽക്കുന്നവരെ, പശുവിനെ കറക്കുന്നവരെ, ഇവരൊക്കെ നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അതുതന്നെയാണ് ഗ്രാമസ്വരാജ്. സത്യസദാഗ്രഹാർത്ഥം, പാസീവ് റെസിസ്റ്റൻസ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുകയും അതുകൊണ്ട് ജനങ്ങൾക്ക് സഹായം ചെയ്യുക. അതിന് ഉദ്ദേശം. ബാക്കി നമ്മൾ മലപ്പുറം കുന്നുമ്മൽ കാണില്ലേ. പിന്നെ എന്തൊക്കെ നമുക്ക് ഇവിടെ നിങ്ങളെ വിത്തുകൾ കാണാനുണ്ട്. വിത്തുകൾ വരാണ്ട് കുട്ടികൾ വരും, കാണാൻ വരും. പിന്നെ വിത്തുകളല്ലാതെ എന്തൊക്കെയാ? മൺപാത്രങ്ങളുണ്ട്, പിന്നെ തൊപ്പിക്കോട, പിന്നെ കുട്ടികളെ കൊത്തിക്കളിച്ച് കാണിച്ചു കൊടുക്കും. വെറും വർത്താനല്ല. പിന്നെ കൃഷി പഠിപ്പിച്ചു കൊടുക്കും. കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, പരിഹാരങ്ങൾ കാണിച്ചു കൊടുക്കും. എങ്ങനെ മണ്ണ് ചേർക്കുക, എന്താ ചേർക്കുക, വെളുത്ത പൊടി എന്താ, കറുത്ത പൊടി എന്താ, പശു എന്താ, തോട് എന്താ, വെണ്ണൂർ എന്താ, വളപ്പൊടി എന്താ, അതുപോലെ തന്നെ വിത്തുകൾ എന്താ, അങ്ങനെ കാണിച്ചു കൊടുക്കും. എല്ലാം ക്ലിയർ ആയിട്ട് സ്റ്റുഡൻസിന് ക്യാമ്പ് പോലെ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന അതുണ്ട്. അതെ, ദേശമായാൽ ഭാഷ, തോട്ടമായാൽ വാഴ. ഒരു വാഴ വെച്ച് കാണിച്ചു കൊടുക്കും. എങ്ങനെ മലയാളത്തിൽ വാഴ വയ്ക്കാം, എങ്ങനെ മലയാളത്തിൽ ചേന നടാം. എന്താണ് കുംഭമേളനം? കുംഭമേളന കുംഭച്ചേന കൊടുത്തോളം, പച്ച മലയാളം. അതിന്റെ കുട്ടികൾ തന്ന പേരാണെങ്കിൽ സുരേഷ് മലയാളി. അടിപൊളി പേരാ, ഒരു വെറൈറ്റി ഉണ്ട് അല്ലെ? ഇവിടുത്തെ ജീവിത രീതിയും ജീവിത ശൈലിയും മറ്റൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് അവരത് പരിചയപ്പെടും. നിന്റെ പേരെന്താ മോനെ? എന്റെ പേര് റാസിം എന്നാണ്. റാസിം എവിടെ? ഞാൻ ചെന്നൈയില്, എന്റെ സ്ഥലം ഇവിടെ തന്നെയാണ്, പെരിന്തൽമണ്ണ എന്ന് പറയും. ഞാനിപ്പോ ഒരു PG പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്മെന്റ്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, സമയം കിട്ടുമ്പോഴെല്ലാം. ചിലപ്പോൾ കുട്ടികളോട് വരാറുണ്ട്. ഇവിടെ നിന്ന് തന്നെ അടുത്തുള്ള സ്കൂളുകളിലെ കുട്ടികൾ വരാറുണ്ട്, കൃഷി കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ, ഗ്രാമത്തിന്റെ തനതായിട്ടുള്ള കൾച്ചർ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനെല്ലാം കുട്ടികൾ വരാറുണ്ട്. ട്രഡീഷണൽ വർക്കുകൾ, കുട നിർമ്മാണം, അങ്ങനെ അതൊക്കെ പഠിക്കാനും എക്സ്പീരിയൻസ് അത് നേരിട്ട് കാണാനും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിനായിട്ട് വരാറുണ്ട്. ഓക്കെ. Please tell me your name. No problem. No. My name is Javed Sohail and I am from Coimbatore. So I am doing my BBA second year at Kumaraguru, and I am here at this place called Litharpuram. Yeah.
So you are with your friends. Yeah, I am with my friends. I've been posted at this place. It's been a very nice experience for us now. Yeah. He's been telling us and explaining about all these. All he knows everything about This the place. past and tradition, like that. And your name? അൻസിഫ്. എവിടെ സ്ഥലം? ആ, എന്താ ചെയ്യുന്നത്? ഞാൻ പഠിക്കാണ്, ഉത്തരാഖണ്ഡിൽ പഠിക്കാണ്. ഓക്കെ, ഉത്തരാഖണ്ഡില്ല, ഡിഗ്രിക്ക് പഠിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു. ആൻഡ് യു പ്ലീസ്? എൻ്റെ പേര് ഫർബാനി. ആ, ഞാൻ ബീഹാറിലൊരു ഫെലോഷിപ്പ് ചെയ്യായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ. അപ്പം നിങ്ങൾ ഇത് NGO പോലെ ഓരോ വർക്കുകൾ, ഓരോ എക്സ്പീരിയൻസ് അല്ലേ? അതെ. റൈസ് പറഞ്ഞിട്ടുള്ള ഒരു NGOന്റെ ഒരു കീഴിലുള്ള ഒരു ഊരുത്തണ്ടൽ പറഞ്ഞ പ്രോഗ്രാം കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സ്പേസ്. നിങ്ങളിപ്പോൾ എത്ര നേരത്തെ വന്നിട്ടുണ്ടോ ഇവിടെ? ഞാനും റാസിം ഒക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പം നമുക്കിപ്പോൾ കുറേ എക്സ്പീരിയൻസ് ചെയ്യാം ഇവിടെ അല്ലേ? ഓക്കെ. ഒരുപാട് ഈ ഗ്രാമത്തിനെ പറ്റി തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ചൈന ഗ്രാമമാണ്. പിന്നെ ഒരുപാട് കൃഷി രീതികൾ ഇപ്പൊ ചൈനത്തിൽ തന്നെ, ചൈന പറഞ്ഞ വിഭവത്തിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് കൃഷി രീതികളുണ്ട്. ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ ഒരു ലോക്കൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്, ഒരു എക്കോസിസ്റ്റം ഉള്ള ഒരു വില്ലേജ് ആണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഈ വില്ലേജ്. അപ്പം എന്തായാലും നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അവരെ വൈഫിനും പരിചയപ്പെടാം. ചേച്ചിന്റെ പേര് പറയും. കമലം. കമലാം. ആ, മെഷീൻ വർക്ക്. അതിലെന്തെങ്കിലും ഉണ്ടാക്കുന്നത്? സഞ്ചിയോ? ആ, അല്ലൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ? സെയിൽ ചെയ്യാന്ന് പരിശീലനം ഉണ്ടല്ലേ? എന്തൊക്കെ പരിശീലന? തുന്നൽ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ ഒരുപാട് കാണാനുണ്ട്. തുന്നൽ പരിശീലനവും. ഇത് കാലിക്കോട്. മാവേലി നാടോവ നീടുംകാലം. ഇതാണ് മാവേലിക്കോട്. ഓക്കെ ഓക്കെ. അത് തൊപ്പിക്കോട്. ഓക്കെ, അത് എനിക്കറിയാം. അതാ ഇനി കുണ്ടംകൊട. കുണ്ടംകൊട എടാ? കുണ്ടംകൊട കാണിച്ചു കേട്ടാ. നമ്മളെ കുട്ടി ഇവിടെ കിടന്നുറങ്ങണ്ടേ? കുട്ടി തൊട്ടിൽ കിടന്നുറങ്ങാം. ഇതാണ് കുണ്ടംകൊട കേട്ടോ. ആ, അതാണല്ലേ? ഓക്കെ. ഈ കുണ്ടംകൊടന്റെ എന്താ ഉപയോഗം ശരിക്കും? ഇത് നമ്മള് പണ്ട് കാലത്ത് ഞാറ് പറിക്കുമ്പോ അങ്ങനെ കുഞ്ഞു നിന്ന് നമ്മളെ മാവേലി നാടുവ അങ്ങനെ. അതെ അതെ അതെ. ഓക്കെ. യെസ് യെസ്. അത് താഴെ വീഴാതിരിക്കാനായി കുണ്ടംകൊട എന്ന് പറയുന്നത്. അതെ തന്നെ. എന്നിട്ട് ഇരുന്നിട്ടും പറിക്കാം. ഓക്കെ ഓക്കെ. മഴ കഴിയുമ്പോൾ ഒന്ന് കഴിക്കാം. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇതിൻ്റെ അടിയിൽ കിഴങ്ങില്ലേ? ഇതിൻ്റെ മുകളിൽ ഇതാണ് ശരിക്കുള്ള രീതി അല്ലേ? ഫുള്ള് മൂടും. ഇങ്ങനെ മൂടാൻ പാടും. ചെറിയ എയർ ഉള്ളിൽ കൂടെ കിടക്കണം. ഇതാണ് കുമ്പച്ചേന കൊടുത്തോ. കുമ്പത്തിൽ ചേന. ഇനി മീൻസ് കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിൽ തിരിച്ച് ഓക്കെ. ഇത് ഓപ്പോസിറ്റ് ആണ് അല്ലേ? തിരിച്ചായി. മറ്റേത് അതേതാണ്? അത് ചേന. അത് ചേന. ചേന. ഇത് പിന്നെ ഈ കാവത്ത് കാച്ചിൽ പറഞ്ഞില്ലേ? കാവത്ത് കാച്ചിൽ അല്ലേ? ഇത് മേലെയാണ്, മണ്ണിന്റെ മേലെ നമ്മൾ വെക്കുക. ഇത് കിഴങ്ങ് കീഴ്പ്പെട്ടാണ്. ഇത് നമ്മളെ പൂള, കപ്പ. ഓക്കെ. ഇതാണ് നമ്മുടെ ഇത് കപ്പേ? അടപതിയം കിഴങ്ങ്, അതായത് കേരളത്തിലെ ഉരുളക്കിഴങ്ങ്. ഓക്കെ. ഇതിങ്ങനെ കേട്ടോ. ഐഡിയ കാണിച്ചു. ഇതിലെന്തൊക്കെയാ വിത്താണുള്ളത്? ഈ സിസ്റ്റം ഇഞ്ചി, പച്ച ഇഞ്ചി, മഞ്ഞള്, മാങ്ങിഞ്ചിയൊക്കെ അങ്ങനെ നടാം. ഓക്കെ. ഇതായിട്ട് പോകും. ഇഞ്ചി, പച്ചോള്, മാങ്ങ ഇഞ്ചി അല്ലേ? നമ്മൾ ചാക്കവിടെ ചാക്ക കൊണ്ടുപോവാ. ചാക്ക അങ്ങോട്ട് കൊണ്ടുപോവാ. ഈ മാലിന്യ സംസ്കരണം എന്ന് പറയില്ലേ? ഇത് ഷൂട്ട് ചെയ്യും. ഇത് നേരെ എടുക്കൂട്ടാ. ഈ കുട്ടികളുടെ നടത്തി ഓക്കെ. ഇതിപ്പോ എന്താണ്, ഏത് രീതിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇതൊരു പുതിയ ടെക്നോളജി ഒന്നുമല്ല, നമ്മളെ മാലിന്യ സംസ്കരണത്തിനൊരു മാതൃക. ഇപ്പോൾ ഒരു കവറിന് നമ്മൾ ചൂഷണത്തിനെതിരെ കേട്ടോ, ഒരു കവറിന് 25 രൂപ ഒക്കെ വാങ്ങും. അപ്പോൾ നമുക്കത് 2 രൂപ ചിലവേ ഉള്ളൂ. അതെല്ലാം ഇവിടെയൊക്കെ വൃത്തിയാവുകയും ചെയ്തു. ഇത് നമ്മളെ ഇപ്പോഴത്തെ MA ബേബി സഖാവിൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട് കോഴിക്കോട്.
MA ജോൺസൺ. ആ, ജോൺസേട്ടൻ്റെ വീട്ടിൽ വൻ വിജയമായി. എന്നിട്ട് ഇത്തരം പരിപാടികൾ മമ്മൂട്ടിയൊക്കെ പറഞ്ഞു ഗ്രാമങ്ങളിൽ വെച്ച് കൊടുക്കണം ഈ പുസ്തക വായന. അപ്പോൾ നിങ്ങൾ തയ്യാറാവുന്നതിന് ഇനി വരുമ്പോൾ 100 ചാക്ക് കൊണ്ടുവരിക. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും ഇവിടെ. അപ്പോൾ അതാണ് ചാക്ക് കളയരുതെന്ന് പറയുന്നത് അല്ലേ? ചാക്ക് കളയണ്ട, മാലിന്യ സംസ്കരണമായി ഒന്നുകൂടി എടുക്കുക. അപ്പോൾ അത് ചേനാണ് അത്. ഓക്കെ, ചേന വെച്ചോട്ടാ. ഓക്കെ, ഒന്നും കൊടുത്ത ഇപ്പോൾ ചാക്കിന് ഉപകരണമായി, ഇവിടെ നിന്ന് വീണ് പോകുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് ഉപകരണമായി, ചമ്മലക്ക് ഉപകരണമായി. ഓക്കെ, ഒരു പഠനമായി. ഇപ്പോൾ ഈ ഇഞ്ചി വലുതായാലും ഇത്ര വലിയ വലുതാവുള്ളൂ. ഈ ചേന വലുതായാലേ ഒരു ഇത്ര വരെ വലുതാവും. അപ്പോൾ അതിന് ഇത്ര വലിയ ചാക്ക് വേണം. ഓക്കെ, ഇഞ്ചിക്ക് ഇത്ര മതി. അപ്പോൾ അത് മണ്ണിൽ അത് ശരിക്കും പുറത്തേക്ക് അതിൻ്റെ പേര് വരുമോ? വരാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ ഒരു 3 മണ്ണിടാത്തോണ്ട് വല്ല പ്രശ്നമുണ്ടോ? അതാ ആ പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചു. അത് ഞാൻ ഇനി നിങ്ങൾ നിൽക്കട്ടാ. അതിലൊക്കെ ഇഞ്ചി അല്ലേ? അതിലിഞ്ചി, അതിൽ ചേന വെക്കും. നിങ്ങൾ അയ്യോടനെ വെക്കും ചേന. ഒന്ന് ഇറക്കി വെക്കൂട്ടാ. പിന്നെ അടിയിൽ പോകണ്ട ചേന. ഈ ചേന അങ്ങനെയല്ലായിരുന്നു കേട്ടോ. കറക്റ്റ് ഒരു താലിച്ചരട് പോലെയോ നമ്മളെ യോനി പോലെയോ ഉണ്ടാവും കേട്ടോ. ഉണ്ടാ. ഓക്കെ, ഇവനാണ്. ഓക്കെ, അതാണ് മെയിൻ ഭാഗം. ആ, ഇങ്ങനെ വെട്ടുമ്പോൾ ഇത് തന്നെ കുനിയണം. ഇപ്പോൾ കറക്റ്റ്. ഓക്കെയാണ് കേട്ടോ. ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. പിന്നെ പൂർത്തീകരിച്ചോട്ടെ. അവിടെയാണ് പ്രയോഗം. ഇവിടെ നമ്മൾ കന്നുകാലികളും കൃഷിയും തമ്മിലുള്ള ബന്ധം. ഈ സാധനം ഇപ്പോൾ പണ്ട് പുല്ലായിരുന്നില്ലേ അല്ലേ? പുല്ലിൽ ഏറ്റവും കൂടുതൽ സെല്ലുലോസ്, മനുഷ്യന് വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത പഞ്ചസാര സെല്ലുലോസിൻ്റെ ഒരു അംശമാണ്. അപ്പോൾ ഇതിലിങ്ങനെ പറഞ്ഞു കൊടുക്കുക. പൂക്കുന്നതിനും കായ്ക്കുന്നതിനും കായ്പ്പെടുന്ന ത്വരിതപ്പെടുന്നതായിരിക്കുന്ന 3 ഹോർമോണുകളുണ്ട്, ആസിഡുകളുമാണ്. 4 കാലും 1 വാലും മാത്രമല്ല 4 അറകളുള്ള 4 കാലികളിൽ ആട്, പശു, പോത്ത്, എരുമ. ആന പറ്റില്ല കേട്ടോ. ആനയ്ക്ക് ഉമിനീരധികമാണ്. ആന പറ്റും, അത് കരിവേപ്പിൻ്റെ ഇലയ്ക്ക്. എന്തോ ശാസ്ത്രീയ. അപ്പോൾ ആ ശാസ്ത്രീയ സത്യം നിങ്ങൾ ഒരു കമ്പ്യൂട്ടറിൽ വെച്ചിട്ട്, ഞാൻ ഉദാഹരണം പറയാം, ഒരു ഓന്തിനെയും ഒരു ജിറാഫിനെയും ഇട്ട് നോക്കുക. അത്ര വ്യത്യാസം ഉണ്ടാകും ഒരു കരിവേപ്പിൻ്റെ ഇലയും ആന തിന്നുന്ന പട്ടയും കൂടി. അപ്പോൾ എവിടെയോ ഒരു സാങ്കേതിക വിദ്യ നിങ്ങൾ കണ്ടുപിടിക്കണം. AI ടെക്നോളജിയിൽ കണ്ടുപിടിക്കാൻ കഴിയും. സത്യമാണല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. കരിവേപ്പിൻ്റെ ഇല കിട്ടാൽ ആന തിന്നുന്ന ഇല കരിമ്പനയാണെങ്കിലും ഈർമ്പലയാണെങ്കിലും ആന തിന്നുന്ന അതേ സാധനമാണ്. കരിവേപ്പിൻ്റെ ഇലയും അതേമാതിരിയാണ്. പക്ഷെ ഓന്തും ജിറാഫും തമ്മിൽ മറ്റേ കുന്നത്തിൻ്റെ പേരെന്താ, ദിനോസറും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ദിനോസറിൻ്റെ ഏറ്റവും ചെറിയ രൂപമായിരിക്കാം ചിലപ്പോൾ ഓന്ത്. പരിണാമ സിദ്ധാന്തത്തിൽ ആവിർഭാവത്തിൻ്റെ അനന്ത സാധ്യതകളുണ്ട്. അപ്പോൾ തന്നെ പറഞ്ഞു നിർത്താം. പൂക്കുന്നതിനും കായ്ക്കുന്നതിനും കായ്പെടും ത്വരിതപ്പെടുത്തുന്ന 3 ഹോർമോണുകളും 4 ആസിഡുകളുമാണ്. 4 കാലും 1 വാലും മാത്രമല്ല 4 അറകളുള്ള. 4 അറകൾ എന്ന് പറഞ്ഞാൽ റൂമൻ, റെറ്റിക്കുലം, ഒമാസം, ഒബോമാസം. 4 അറയാണ്. പക്ഷേ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കേണ്ട ശാസ്ത്രീയ നാമമാണ് സലൈവ. ഈറ്റിംഗ് ടൈം സ്റ്റാർട്ടിങ് അറ്റ് സലൈവ. ഉമിനീർ മഹാത്മ്യം പഠിപ്പിക്കാത്തോളം കാലം നമ്മുടെ ജീവിതം പൂർത്തിയാവില്ല. ഉമിനീർ മഹാത്മ്യം ഉണ്ട് കേട്ടോ. ആ ഉമിനീര് തട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ഓക്സിനുകൾ, ഗിബ്രനുകൾ, സൈറ്റോകൈനുകൾ, ഇൻഡോൾ അസറ്റിക് ആസിഡ്, ഇൻഡോൾ ബ്യൂട്ടിക് ആസിഡ്. പൂക്കുന്നതിനും കായ്ക്കുന്നതിനും കായ്പെടും ത്വരിതപ്പെടുന്ന 3 ഹോർമോണുകളും 2 ആസിഡുകളുമാണ്. 4 കാലും 1 വാലുമല്ലാത്ത 4 കാലികൾ. എങ്കിൽ നമുക്ക് അത്ര അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ വേണ്ടത്? ഉമിനീരായവരക്ക് ക്ഷമാപൂർവം ഭക്ഷണം കഴിക്കുന്ന ഒരു സംസ്കാരം. 36 പ്രാവശ്യമെങ്കിലും. ബുദ്ധൻ പറയുന്ന 36 പ്രാവശ്യം ഒരു ഉമിനീര് കൂട്ടി കടിച്ച് ചവച്ചിറക്കണം എന്നാണ്. അപ്പോൾ നമ്മളൊരു ബിരിയാണി തിന്നുമ്പോൾ, ഒരു രസം കുടിക്കുമ്പോൾ, ഒരു മോരോ സാമ്പാറോ അവിയലോ ഒക്കെ കഴിക്കുമ്പോഴും ഒരുപാട് കഴിയില്ല. ചുരുക്കി പറയാം, ആഴ്ചയിലൊരു ദിവസമോ മാസത്തിലൊരു ദിവസമോ ഇഞ്ചിയും നല്ല നാടൻ മോരും കരിവേപ്പിനിലയും അരച്ച് അത് ചോറിൽ പറന്ന് കഴിക്കുക. നല്ലവണ്ണം ഒരു വയറ് നിറച്ച് കഴിക്കുക അന്നത്തെ ദിവസം മറ്റുള്ള മസാലകളൊന്നും ഉപയോഗിക്കാതെ ഒരിക്കലെങ്കിലും കഴിഞ്ഞു. എന്നിട്ട് മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ
നമുക്ക് തൃപ്തിയാവും. അതിനെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് കോസ്മിക് എനർജി ആഗിരണം ചെയ്യുകയും പഞ്ചഘടക സംവിധാനങ്ങൾ ശരീരത്തിൽ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന കൊമ്പ്, പൂഞ്ഞ, താട എന്നുള്ള ആ ചെറിയ ഇനം കുറിയ ഇനം നാടൻ പശുക്കൾ. ആ നാടൻ പശുക്കൾക്ക് ആ മെച്ചുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത് കൃഷിപ്പണിക്ക് പോവാം. ഓക്കെ. ഇപ്പം എന്ത് വെച്ചില്ലേ മണ്ണാവണമെന്ന്. അപ്പോൾ ആ നോക്കിക്കോളൂ, കട്ടിയുണ്ടാവും. ഒന്ന് മണ്ണാർക്കാട് പറ. മണ്ണാർക്കാട്. ഇതാരാ കാട്? വെള്ളം എടുക്കേ. 6 കാട്. 6 പറഞ്ഞാൽ പുഴയുടെ സൂചന. അതെ. കാട് പറഞ്ഞാൽ ഈ കിടക്കുന്ന കരിയിലകളുടെ സൂചന. ഇനി എന്താ സംഭവിക്കേണ്ടത്? അത് ചെതൽ പിടിച്ച് മണ്ണാവുക. കഴിഞ്ഞു, മണ്ണുണ്ടായി. മണ്ണ് നമ്മൾ ഫസ്റ്റിൽ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു കാര്യം ചോറ വാരുക എന്ന് പറയും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളിങ്ങനെ വെച്ചു. ഓക്കെ, എല്ലാവരും കുറച്ച് മണ്ണിടി. എല്ലാവരും മണ്ണ് നല്ല പൊടി മണ്ണിട് കേട്ടോ. പൊടി മണ്ണിടി. പൊടി മണ്ണിട്. ഒരാൾ കറുത്ത പൊടിയിട്, ഒരാൾ വെളുത്ത പൊടിയിടി. എവിടെയെങ്കിലും ഇട്ടോളി. ഓക്കെ. ആ എന്നെ വേണം, വെള്ളം പാലാണ്. അവിടെ ഒരു 6-3-18 6 മാസം മതി. ഇപ്പോൾ മേടം ഒരു മാസം കൊണ്ട് ഇത് വരുമോ? ഇതിൻ്റെ ഒരു മാസം 21 ദിവസം കൊണ്ട് വരും. കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടം, ചിങ്ങം. 6-ാം മാസത്തേക്ക് ഇത് വിളവെടുക്കും. അതാണ് ഓണത്തിനുള്ള കേട്ടോ. അതാണ് ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും. ഇപ്പോഴാണോ ഇതിന്റെ ടൈം? കുംഭം എന്ന് പറയുന്ന ഈ സമയത്താണോ? കുംഭച്ചേന കൊടത്തോളം ഇതാണ് സ്റ്റാർട്ടിംഗ് ടൈം. ഇതാണ് അതിന്റെ ഞാറ്റുവേ. അതിൽ 6 മാസം ഫിനിഷ് ഇതിന്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് പറിക്കാൻ പറ്റും. ഇത് ഓരോ ഇലകളും പ്രത്യേകതരം രസങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കെമിസ്ട്രി ഇവിടെ കടന്ന് നനവ് തട്ടി അലിഞ്ഞു ചേരുന്ന സ്ഥലമാണ് മണ്ണ്. മണ്ണ് 6 കാട്. കാട് എന്ന് പറഞ്ഞാൽ കരിയിലയുടെ സൂചന. 6 പറഞ്ഞാൽ പുഴ ഒഴുകിയ സൂചന. അത് മണ്ണാർക്കാട്. അങ്ങനെയായിരുന്നു പഴയ കാലത്തെ ഭാഷ. ലോകത്തെ ഏറ്റവും വലിയ കാറായ മഴക്കാറ് കൊണ്ടുവരുന്ന സാധനത്തിൻ്റെ പേരാണ് രസങ്ങൾ. ഈ ഫിസിക്സിൻ്റെ പേരാണ് വിഷ്ണു, ശിവൻ എന്നൊക്കെ പറയും. ശവമാവാത്ത രസങ്ങളാണ് ലോകത്തുള്ളത്. കെമിസ്ട്രി. ശവമാവാത്ത വലിയൊരു സാധനത്തിൻ്റെ പേരാണ് നമ്മുടെ അഗ്നി. ഈ അഗ്നിയിലുള്ള ഏറ്റവും വലിയ രസങ്ങളാണ് ഇലകൾ പിടിച്ചെടുക്കുന്ന രസങ്ങൾ. ആ ഇലകൾ പിടിച്ചെടുക്കുന്ന രസങ്ങളും മരങ്ങൾ പിടിച്ചെടുക്കുന്ന രസങ്ങളും പടുകൂറ്റൻ മരങ്ങളും പുൽക്കൊടികളുമാണ് ജൈവരസരത്നാകരവും ജൈവ കാർഷിക ശരീരമായ കീടവും. അതാണ് ഈ ചാക്കിൽ പറഞ്ഞ ഷോർട്ട് കട്ടിന് പറഞ്ഞ കേട്ടോ. ഇപ്പം നിലമ്പൂര്, നിലം പൂവിൻ്റെ ഊര്. അവിടെ ധാരാളം പൂക്കൾ വേണം. ഈ പൂക്കൾ ഉണ്ടാകുമ്പോൾ ഇതിൽ വരുന്ന തേനീച്ചകളാണ് അടുത്ത തലമുറയ്ക്കുള്ള പരാഗണം. കണ്ടോ അവിടെയൊക്കെ. അപ്പോൾ ഈ പരാഗണം നടക്കുമ്പോൾ നിലം പൂരായിട്ട് നിലം ഒരു വിത്ത് നിലത്തിട്ടു. അതിലൊരു പൂവുള്ള വിത്താണെന്നുണ്ടെങ്കിൽ ആ നിലത്തിന്റെ പൂവിന്റെ ഊരിന്റെ പേരാണ്. അപ്പോൾ ഓരോ സ്ഥലപ്പേരുകൾക്ക് ഒരു വലിയൊരു മീനിങ് ആണ് ബാക്കി കിടക്കുന്നത്. യെസ്. ഇരുചാലുകൂടി ഇരിഞ്ഞാലക്കുടയായി, ത്രിവേണി സംഗമം, ത്രിത്വം, ത്രിപീഡിക. അപ്പം നമ്മളെ സുനിൽ മാഷൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയും ത്രിപീഡിക, ത്രിപീഡകം. ഇങ്ങനത്തെ വാക്കുകളൊന്നും വേദത്തിലോ വേദാന്തത്തിലോ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു ഭാഷയാണ് ഉപനിഷത്ത്. ഈ ഉപനിഷത്ത് പറഞ്ഞാൽ ഏതൊരു വിദ്യ അഭ്യസിച്ചറിഞ്ഞാൽ ജീവിതത്തിലെ നാനാവിധ ക്ലേശങ്ങൾ അകന്നകലുന്നുവോ അതത്രേ ഉപനിഷത്ത്. അതാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്. ഈ ക്ഷീണവും വലച്ചിലുമായിട്ട് വൈകുന്നേരത്ത് പോയിട്ട് സുഖമായിട്ട് കടന്നുറങ്ങി. ഏതൊരു വിദ്യ അഭ്യസിച്ചറിഞ്ഞാൽ ജീവിതത്തിലെ നാനാവിധ ക്ലേശങ്ങൾ അകന്നകലുന്നുവോ അതത്രേ ഉപനിഷത്ത്. അത് തുന്നൽക്കാരനാണ്, ഹോട്ടൽ പണിക്കാരനാണ്, സാധാ ഓട്ടോറിക്ഷക്കാരനാണ്, ഇവിടെ പശുവിനെ കറക്കുന്നവനാണ്, കന്ന് പൂട്ടുന്നവനാണ്, ചേന നടുന്നവനാണ്. എത്ര ഉന്നതത്തിലെത്തിയാലും എൻ്റെത് താഴത്തോടെ എത്തിയാലും നല്ല നല്ല ചിന്തകളിൽ നിന്ന് വരുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അന്ത്യാകുമ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതിൻ്റെ പേരാണ്, അല്ലെങ്കിൽ നല്ല ഉണർവിലേക്ക് ഉണരുന്നതിൻ്റെ പേരാണ് കാർഷിക വൃത്തി. ഇനി കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കിണർ കുത്തുന്നുണ്ട്. അതുകൂടെ കാണാൻ പോകും. അവിടേക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് ഇവർ കാണിക്കുകയാണ്. കാർഷിക ഉപയോഗങ്ങൾക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് ശരിക്കും മെയിൻ വന്നത്. ഇവിടെ ഒരു 4 ഫീറ്റൊക്കെ ആയിട്ടുണ്ടല്ലേ ഏകദേശം. അല്ല, ഏത് കയ്യിൽ കിട്ടി ഏത് വിത്തും ഏത് വിത്തെടുക്കും ഇങ്ങനെ ഒരേ കറ.
കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഉണ്ടാവും. അത് നമ്മൾ അതിൽ ശ്രദ്ധിക്കില്ല. അതിലൊരു നിസ്വാർത്ഥത ഉണ്ട്. നമ്മൾ ആരോടും പറയുന്നില്ല, നമ്മൾ ആരോടും പറയാതെ കുറേ പക്ഷികളും കിളികളും ഒക്കെ കണ്ടോ ധാരാളല്ലേ ഇല്ലേ? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഭ്രാന്തായിരിക്കണം ജീവിതം. അറിഞ്ഞുകൊണ്ട് കുറേ ഭ്രാന്തുണ്ടല്ലോ, അതാണ് ഈ ഉണ്ടാട്ടോ. ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും കുറേ വിത്ത് നിറച്ച് പോലെ ഉണ്ടാവും. ഓക്കെ ഓക്കെ, ഇതാ ഉണ്ടല്ലേ? ശേഖരം ഉണ്ട് നിങ്ങളുടെ അടുത്ത്, വിത്തും പല കാര്യങ്ങളായിട്ട് ഈ വിത്ത് ശേഖരം എടുത്ത് അത് ആ ശേഖരത്തിന്റെ ഉദാഹരണമാണ് ഈ കാടുകൾ കേട്ടോ. അപ്പൊ നമ്മൾ പറയും ഇത് വെട്ടിക്കൊണ്ടുപോവുകയാണോ? ഇതാണ് കുട്ടികൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇത്തരം ഓരോ ഉണ്ട ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ നമ്മൾ ആര്യ രാജേന്ദ്രനും തിരുവനന്തപുരം മേയർ അന്നത്തെ ഇവിടെ വന്ന് കണ്ട് അവിടെ വന്നിരുന്നു, കുറച്ച് കുട്ടികൾക്ക് കൊണ്ടുപോയി ഒരു ഉണ്ട. അപ്പൊ ഞാൻ ശ്രീരാമ ചാണകത്തിൽ മിക്സ് ചെയ്യാൻ എന്ത് വിത്തും നമ്മള് കൊണ്ടുപോയി കുഴിച്ചിട്ടാ ഇതിലവിടെ കടന്നാലും വേനൽക്കാലത്ത് ഉണ്ടായിക്കോളും. പ്രകൃതിയുടെ പാട്ടിന് വിട്ടുകൊടുക്കുക. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. കടലിൽ മത്തി വന്ന് വീഴുന്നില്ലേ? ഒരു ഫിഷറീസ് വകുപ്പിന്റെ സഹായം കൂടെ വേണം. കാട്ടിലെത്രയോ ആനകളും ഉറുമ്പുകളും സമാനമായി ഉണ്ടാവും. അപ്പം നമ്മൾ പ്രകൃതിയുടെ മേലുള്ള കടന്നുകയറ്റങ്ങളെ കുറിച്ച് മനുഷ്യൻ കൂടുതൽ അഹങ്കരിക്കാതിരിക്കുക. പ്രകൃതിപരമായി തന്നെ പകരം വിട്ടു. പ്രകൃതിയിൽ നിന്ന് ശിക്ഷകളോ പാരിതോഷികങ്ങളോ ഇല്ല, പ്രത്യാഘാതങ്ങൾ വേണ്ടുവോളം ഉണ്ട് താനും. ബയോളജിക്കലായിട്ട് ജീവിക്കാൻ കുട്ടികളെ നിരന്തരം കാണിച്ചു കൊടുക്കുക. പ്രേരിപ്പിക്കണമെന്ന് ഞാൻ പറയില്ല, അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അപ്പോൾ അതാണ് ആ കാട്, അതാണ് ഈ വിത്തുകൾ കേട്ടോ. ഇതാണ് ഈ വിത്തുകളുടെ ശേഖരം. വിത്തുകളുടെ ശേഖരമാണ്. എന്തെല്ലാം പറഞ്ഞാലും എല്ലാ വിത്തുകളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഇത് എന്തൊക്കെ വിത്താണെന്ന്? ഇത് പലതരം നെൽവിത്തുകൾ. നല്ലതെല്ലാം നെല്ലിലാണ് കേട്ടോ. നെല്ലിൻ തോളിൽ കൈവച്ചു നിന്നു, നെല്ലിപ്പൂവൊക്കെ കൺ തുറന്നു, ചിന്നും മിന്നും കേസരം പോലെ ചിങ്ങത്തെ കാണുവാൻ മേലെ. ഓരോ പ്രാദേശികമായിട്ടും ഓരോ സൂര്യപ്രകാശവും ഉണ്ടെന്നാണ്. ആകാശത്തിന് ഓരോരോ ഗുണങ്ങളുണ്ട്. അപ്പം ഇനി ചിങ്ങം വരുമ്പോഴേക്കും നമ്മളെ നെല്ലിലുള്ള എല്ലാ അന്തരീക്ഷത്തിലേക്ക് കുറേ പൂമ്പൊടികൾ ഏറ്റിക്കൊണ്ട് ചിന്നും മിന്നും കേസരം പോലെ ചിങ്ങത്തെ കാണുവാൻ മേലെ. ചിങ്ങമാസത്തിലേക്കാണ് ഇത് വരിക കേട്ടോ. അതാണ് നല്ലതെല്ലാം നെല്ലില്. മനുഷ്യൻ മണ്ണിളക്കി വിത്ത് വെച്ചപ്പോഴാണ് സംസ്കാരമുള്ള പൊട്ടിയത്. ഖലീൽ ജിബ്രാന്റെ വാക്കുകൾ. ഖലീൽ ജിബ്രാൻ. അതായത് അതുപോലെ തന്നെ സാംസ്കാരികമായിട്ട് വിത്ത് കൊണ്ട് ഒരു മനുഷ്യന് അതിന് ശിഖരം വന്നപ്പോഴാണ് ആദ്യം കല്ലെടുത്ത് എറിഞ്ഞിരുന്ന മനുഷ്യൻ വാക്കുകൾ എടുത്ത് എറിയൽ തുടങ്ങിയത്. എന്നെ തുടരുത്. ഇപ്പം പണ്ടാറടങ്ങി എറിയില്ലേ? പണ്ട് 6 അടങ്ങി. പണ്ടാറടങ്ങിയാലും ശുദ്ധീകരിച്ച ഭാഷയാണ്. പണ്ട് 6 അടങ്ങി. അങ്ങനെ പല പ്രാവശ്യം ഒരു സാധനത്തെ തച്ച് പഴിപ്പ്, നമ്മൾ പൊറാട്ട ഉണ്ടാക്കണ മാതിരി തച്ച് പഴിപ്പിച്ചെടുത്ത സാധനമാണ് വാക്കുകൾ. അതാണ് വാക്കുതിക്കും ദിക്കു നീ തന്നെയാകുന്നു, വാക്കിൻ്റെ വാരിധികൾ നിന്നിലേക്കാകുന്നു, നീ അഗ്നിയാകുന്നു, നീ അമൃതാകുന്നു. അപ്പോൾ ഈ തുളസി വിത്ത് കണ്ടോ, ലോകത്ത് ആഗോള താപനം തടയും എന്ന് കണ്ടിട്ടാണ് ഈ തുളസിയിലേക്ക് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം വന്നിറങ്ങുന്നത്. തുളസിയാണ് ആഗോള താപനം തടയുന്നത്. അതാണ് പഴയ കാലത്തെ. അത് കൃഷിയായിട്ട് ചെയ്യുന്നില്ലല്ലോ. കൃഷിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭക്തിയായിട്ടേലും ചെയ്യട്ടെ ആരെങ്കിലും. ഭക്തി പറഞ്ഞാൽ ഭയത്തിൽ നിന്നുള്ള മുക്തി. ഇപ്പൊ കൃഷിയിടങ്ങളിൽ ധാരാളം തുളസിയിടങ്ങളുണ്ടെങ്കിൽ കീടനാശിനികൾ വരില്ല. അപ്പോ തുളസിയുടെ പ്രാധാന്യം മനസ്സിലായില്ലേ? അങ്ങനെ അത് ഹൈന്ദവ ഭക്തിയാക്കണ്ട, മാനുഷികമായ മുക്തിയാക്കി. ആർക്കും വളർത്താം മാനുഷികമായ മുക്തി. ഭക്തി പറഞ്ഞാൽ ഭയത്തിൽ നിന്നുള്ള മുക്തി. സത്യത്തിൽ ഈ തുളസി നുള്ളരുത്, തുളസി കതിരെ നുള്ളാൻ പാടും. തുളസി കതിര് നുള്ളുമ്പോഴാണ് അതിന് ആശ്വാസം നൽകി ധാരാളം ഇലകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് തുളസി കതിർ നുള്ളിയെടുത്തു എന്ന് പറയുന്നത്. തെച്ചി, മന്ദാരം, തുളസി. ഈ തുളസീൻ്റെ ശരിക്കും ഉപയോഗം എന്തുകൊണ്ട് ജനങ്ങൾ ഇത് സ്പ്രെഡായിട്ട് വളർത്തുന്നില്ല എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടത്. തുളസി തറകളില്ലേ, ശാസ്ത്രീയമാണ്. തെച്ചി മന്ദാരം തുളസി പിച്ചേകമാലകൾ ചാർത്തി. ഇനി ഗുരുവായൂരപ്പ എന്ന് പറയില്ലേ, ഗുരു എന്ന് പറഞ്ഞാൽ വെളിച്ചം. എല്ലാത്തിൻ്റെയും ഗുരു ആരാ? നമ്മൾ ഉൾക്കണ്ണിലുള്ള വെളിച്ചം. സത്യത്തിൽ സൂര്യപ്രകാശം. വായുവിൻ്റെ അപ്പനാരാ? പ്രകാശ സംശ്ലേഷണം, സൂര്യസംശ്ലേഷണം. അപ്പോൾ ഗുരു വായുവിൻ്റെ അപ്പനാരായി. ഗുരുവായൂരപ്പൻ്റെ അർത്ഥം തന്നെ അതാണ് കേട്ടോ. പരമമായ ആകാശത്തിൽ നിന്ന് വരുന്ന സാധനങ്ങളെ വലിച്ചെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഗ്ലോബൽ വാർമിങ്ങിനെ തടുക്കുന്നത് തുളസി. തെച്ചി, മന്ദാരം, തുളസി. ഇത് ശാസ്ത്രീയമായിട്ട് നിങ്ങൾ ചെറുപ്പക്കാർ കണ്ടുപിടിക്കുക. ഇത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതാണ് ഗ്ലോബൽ വാർമിംഗ് തടയാൻ ഏറ്റവും കൂടുതൽ ഗുണപ്പെടുക
പലതരം തുളസി ഇനങ്ങൾ ഇങ്ങനെ നമ്മൾ തുളസിന്റെ ഒരു എത്ര ഡിഫറൻഷിയേഷൻ ഉണ്ടാവും? ഇപ്പൊ ഞാൻ 68 തരം കണ്ടെത്തി. 68 ഉണ്ട്. ഓക്കെ, ഞാനാകെ 3-4 എൻ്റെ അറിവിൽ കണ്ടു. അത് നമ്മളിപ്പോൾ കുറെ ശേഖരങ്ങളായിട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കൃഷിയിടങ്ങൾ ഉണ്ടെങ്കിൽ വെള്ളീച്ചകളെയും, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് കീടവർദ്ധിനി, കീടവാഹിനി, കീടനിയന്ത്രണി. ഈ കീടനിയന്ത്രണമാണ് അണുസംയോജനം നടക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ വാമിങ് നടക്കുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കപ്പെട്ട് തണുപ്പിക്കും. ഈ തണുപ്പിക്കുമ്പോൾ ഈ ഗോളം ഇങ്ങനെ തിരിയില്ലേ, ബാക്കി സുനിത വില്യംസിനോട് ചോദിക്കുക. ഓക്കെ, അത് മനസ്സിലായില്ലേ, ശാസ്ത്രത്തോടും വലിയ കിട്ടുക. അപ്പൊ തുളസിന് ചെറിയൊരു ഐഡിയ കിട്ടി. ഇനി ഇത് വിത്തുകളുടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇത് ഏതൊക്കെയാ? ചോളം കാണുന്നുണ്ട്, പിന്നെ ഇതെന്താ മഞ്ചാടി അല്ലേ? ഇത് മഞ്ചാടിന്റെ ഉപയോഗം, ഇത് ശരിക്കും മഞ്ചാടി ഉത്പാദനം നടക്കും ഇതില്? അതിലൊരു മെഡിസിൻ ഉണ്ട്. മെഡിസിൻ ഉണ്ട്. എന്താണ്? ചുരുക്കി പറഞ്ഞുതരാം. ആയുർവേദത്തിന്റെ ആഗോള തലസ്ഥാനമായ മലപ്പുറം ജില്ലയുടെ ബോർഡറിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ? ഈ ആയുർവേദം നമ്മുടെ പടുകൂറ്റൻ മരങ്ങളും പുൽച്ചെടികളും കണ്ട് തിരഞ്ഞു പറിക്കുന്ന ഈ ഗ്രാമീണരിൽ നിന്നാണ് വലിയ 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 മൾട്ടിനാഷണൽ കമ്പനികൾ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഉത്ഭവം വിത്തിൽ നിന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ നവെന്ന് പറഞ്ഞാൽ തന്നെ പുതിയത്. നവര എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്ന നല്ല നെല്ല് നവം പുരി. അതും 8-9 തരം ഉണ്ട് എന്നൊക്കെ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇതാണ് വിത്ത് ശേഖരങ്ങളിൽ നവര നെല്ലുകൾ. ഒരു 2-3 തരം നെല്ലുകൾ 9 അങ്ങനെ വരുന്നുണ്ടോ? 9 എന്ന് വരും, 9 എന്ന് വരും, പുതിയത് എന്ന് വരും, നവം പുതിയത് എന്ന് വരും, നവ എന്ന് പറയും. അതാണ് നവരത്നങ്ങളാൽ തീർത്ത കാവടി പോലതാ വാനിൽ കാർവില്ലു കാണുന്നു, വരൂ വൈകരുതൽപ്പവും തണുത്ത ചുണ്ടാൽ ചുംബിക്കെ താണു നീർത്തുള്ളി എന്നുള്ളിൽ ഉണർന്നു തലപൊക്കി ഞാൻ ഉത്സാഹത്തോടു കൂടവേ. എങ്ങനെ ഉത്സാഹം വർദ്ധിപ്പിച്ച് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷനും ബ്രെയിൻ സർക്കുലേഷനും കൊള്ളാനാണ് നവര. നവമായിട്ട് കിട്ടുത്രേ. പിന്നെ വിത്തിനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇതിപ്പോ കണ്ടോ, ഇത് സൂര്യകാന്തിയാ? സൂര്യകാന്തി, സൂര്യപ്രകാശം. പിന്നെ ഇത് നമ്മുടെ അല്ല, ഇത് നമ്മുടെ കിഡ്നി പയർ. ഇത് നല്ലോണം കാണിക്കും. ഇതെന്താ ഇതിന്റെ ശരിക്കും കിഡ്നി പയർ ഉപയോഗിക്കുന്നത്? ഇത് ഇപ്പൊ ഇത് കുക്കിങ്ങിന് ഉപയോഗിക്കല്ലേ, നമ്മൾ കറി ഉണ്ടാക്കാൻ അല്ലേ? ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാൽ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന എല്ലാ ആളുകളും ആദ്യം നുണഞ്ഞത് മുലപ്പാലല്ലേ? ഇലക്കറിയാണ് മുലക്കറി. നമ്മളെ അമ്മമാരെന്ത് കാട്ടി, നമ്മളോട് ചോദിക്കാതെ തന്നെ അവർ ഊറിയപ്പോൾ തന്നെ മുരിങ്ങയില, ചീരയില, നല്ല ഇനം പ്രാദേശികമായ ഇലകൾ കഴിച്ചു. അപ്പോൾ നമുക്ക് ധാരാളം പാൽക്കുടങ്ങളിൽ നിന്ന് മുലപ്പാൽ കിട്ടി. എല്ലാവരും അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ പിച്ചക്കാരനൊക്കെ ആദ്യം നുകർന്ന വെള്ളം പാലാണ്. അപ്പോൾ ഇലക്കറി മുലക്കറി ആയ പോലെ തന്നെ ഈ സാധനം കണ്ടോ, ഈ വക സാധനങ്ങൾ എന്നും കഴിക്കുമ്പോൾ ഈ ശരീരത്തിലുള്ള, ഇതിന് കിഡ്നി പയർ എന്നാ പറയുക, വിഷാംശങ്ങൾ നമ്മുടെ വിസർജ്യങ്ങളിലൂടെ പോയിക്കൊണ്ടേയിരിക്കും. വിസർജ്യം എന്ന് പറഞ്ഞാൽ മൂത്രവും ഇത് മാത്രമല്ല കേട്ടോ, നമ്മളെ ശ്വാസോച്ഛ്വാസം വരെ വിസർജ്യമാണ്. ശരീരത്തിന് വേണ്ടാത്തതൊക്കെ വിസർജ്യമാണ്, ശരീരത്തിന് ഏത് വേണ്ടാത്തതും. അപ്പോൾ അതാണ് ഇങ്ങനത്തെ നാടൻ വിത്തിനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അത്രേ ഉള്ളൂ. മൃഗങ്ങളൊക്കെ ധാരാളം ഉണ്ടാവില്ലേ? ഇത് കൊണ്ടാട്ടം അല്ലേ? കൊണ്ടാട്ടം. അപ്പോൾ ശേഖരിച്ച് വെക്കും കേട്ടോ. 1 വർഷം 2 വർഷം നമുക്ക് എടുത്തേക്കാം. ഇതിന് എത്രത്തോളം സൂര്യപ്രകാശം ഐഡ് ചെയ്തിട്ട് നമുക്ക് ഇത് മൂല്യവർദ്ധിത കൊണ്ടാട്ടാണ്. നമ്മൾ കരുതും കയപ്പ ഉപയോഗത്തിന്റെ കൊണ്ടാട്ടത്തിന്റെ. നമ്മൾ സത്യത്തിൽ നമ്മൾ വളരെ എണ്ണ ഇല്ലാതെ വറുത്തിട്ട് നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കാം. അതിനെ ഉപ്പേരികളെ ഇത് കയ്യിലോണ്ട് കഞ്ഞി കുടിക്കുക. ഇതൊക്കെ നിങ്ങളെ ഇവിടുത്തെ നിർമ്മിതി, ഇവിടെ നമ്മളെ പ്രാദേശികമായ ഗ്രാമീണരുടെ കരകൗശലം, മനകൗശലം. 13.5 ദിവസം വീതമുള്ള 27 സമഭാഗങ്ങളായി ഭൂമി സൂര്യനെ ചുറ്റുന്ന പ്രദക്ഷിണ പാതയിൽ വെച്ച് രസങ്ങളും നിറങ്ങളും വലിച്ചെടുക്കും മരങ്ങൾ കേട്ടോ. ഈ മരങ്ങൾ വലിച്ചെടുക്കുമ്പോൾ കാഞ്ഞിരം വലിച്ചെടുക്കുന്ന രസമാണ് കയ്പ്. ആ കയ്പിൽ നിന്നാണ് ഫുരിഡാൻ എന്ന് പറഞ്ഞ രാസവളത്തിനുള്ള അല്ലെങ്കിൽ കീടനാശിനി എന്ന് പറഞ്ഞ സർവനാശിനി വന്നിട്ടുള്ളത് എന്നാണ് ശാസ്ത്രമതം. അപ്പോൾ ഇങ്ങനത്തെ മരങ്ങൾ വലിച്ചെടുക്കുന്നതും ഗ്ലോബൽ വാർമിങ്ങിനെ തടയും. അശ്വതി മനസ്സിലായില്ലേ? 13.5 × 27 സമയം എപ്പോഴായിരുന്നു കൂട്ടിയൊക്കെ ഉണ്ടു. 13.5 ദിവസം വീതമുള്ള 27 സമഭാഗങ്ങളായി ഭൂമി സൂര്യനെ ചുറ്റുന്ന പ്രദക്ഷിണ പാതയിൽ വെച്ച് ഈ മരങ്ങളിലേക്കാണ്. ഈ മരങ്ങളിൽ എന്തോ ഒരു ശാസ്ത്രീയത ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങകലെ ഒരു സ്വർഗം ഉണ്ടായിരിക്കാം, നല്ലൊരു ഗ്രഹം ഉണ്ടായിരിക്കാമെങ്കിൽ ഈ മരങ്ങൾ നട്ടു നോക്കളി. അശ്വതി മുതലായ കൊള്ളുക. കാഞ്ഞിരം നെല്ലിയും ക്രമാലത്തി ഞാവൽ കരിങ്ങാലി പിന്നെ കരിമരമുള അരയാൽ. മുള എന്ന് പറഞ്ഞ സാധനമാണ് എല്ലാത്തിൻ്റെയും മുള കേട്ടോ. ഈ മുള 3 അർത്ഥത്തിലാണ്. ഒന്ന് നമ്മൾ അറിവുകൾ ഏതൊന്ന് തിരിച്ചറിവാകുന്നു അതിനെ മുള എന്ന് പറയും. പിന്നെ
ലോകത്തെ ഏറ്റവും കൂടുതൽ അന്നന്ന് വളരുന്ന ഏക സസ്യവും പുല്ലുവർഗവുമാണ് മുള, നമ്മളറിവും. പിന്നെ അതിലൊക്കെ ഉപരി നമ്മളെ അക്ഷരങ്ങൾ ഏതിലെന്ന് ആദ്യം ആലേഖനം ചെയ്യുന്നത് മുളയിൽ നിന്നുണ്ടാക്കിയ പൾപ്പിലും പേപ്പറിലും. അപ്പോൾ പുണരുന്നത് ഏതിനാ? നമ്മൾ പൂണ്ടടക്കം പുണരില്ലേ, അതും പുണർത്തം. അപ്പോൾ ഇതിലൊക്കെ ശാസ്ത്രീയത ഉണ്ട്. മുള കാഞ്ഞിരം നെല്ലിയും ക്രമാലത്തി ഞാവൽ കരിങ്ങാലി പിന്നെ കരിമരമുളരയാൽ നാഗവും പേരാൽ പ്ലാശിത്തി മമ്പഴം നെൽക്കൂവളം നീർമരുത് വയ്യാങ്കതയിലഞ്ഞിയും വെട്ടി വയനവഞ്ഞിയും പ്ലാവെരുക്ക് പനച്ചി നല്ല കടമ്പ് തെന്മാവ് കരിമ്പനിലിരിപ്പയും ഇവ നക്ഷത്ര വൃക്ഷങ്ങൾ നന്ന് നട്ടു നനപ്പവ പറ്റാ വെട്ടുവ ഏവം ചിന്ത്യം സദാ ബുദ്ധയർ. ഇതാണ് 10 കിണറിന് തുല്യമാണ് കുളമെന്നും 10 കുളത്തിന് തുല്യമാണ് ജലാശയമെന്നും 10 ജലാശയത്തിന് തുല്യമാണ് പുത്രനെന്നും 10 പുത്രന് തുല്യമാണ് ഒരു മരമെന്നും പൂർവികർ പറഞ്ഞത്. ഇതിന് കരിമ്പനയാണ് അന്തരീക്ഷത്തിലുള്ള കോസ്മിക് എനർജി, ആദ്യത്തെ ബയോളജിക്കൽ മൊബൈൽ ടവർ കോസ്മിക് എനർജി വലിച്ചെടുക്കുന്നത്. അതാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശത്തെ അടുത്തെടുക്കാനാണ് നമ്മുടെ ഞാറ്റുവേലകളിലും അല്ലെങ്കിൽ ഒവിജയൻ്റെ കഥകളിലൊക്കെയുള്ള കരിമ്പന കൂട്ടങ്ങളുടെ പ്രസക്തി. അപ്പോൾ കരിമ്പനകൾ ധാരാളം ചൂടുള്ള പ്രദേശങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ തെങ്ങും, അതുകൊണ്ടാണ് പാലക്കാട് കൂടുതൽ കരിമ്പന കാണാൻ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോസ്മിക് എനർജി പറഞ്ഞാൽ ഇടിമിന്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിലുള്ള ഇടിമിന്നലല്ല, ഏത് സമയത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന സാധനമാണ് കോസ്മിക്. അന്തരീക്ഷങ്ങൾക്കിടയിലെ ശൂന്യ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിദ്യുത് കാന്തിക തരം. ഇന്നത്തെ ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ചുട്ട പപ്പടം കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായി കാര്യങ്ങൾ. അപ്പോൾ ചുട്ട പപ്പടം കഞ്ഞി ചമ്മന്തി വാ. എത്ര സാധനം ഉണ്ട് നമ്മളതിൽ? എല്ലാം ഉണ്ട്. ഇടിച്ചക്ക, കഞ്ഞി, അച്ചാറ്. പാത്രത്തിൽ തന്നെ കുറേ മൂലങ്ങളുണ്ട്. 4 5 അതുണ്ട്. നാളെ ഒരു ലേഖനം ചെയ്തായിരുന്നു ഒരാൾ. ഓക്കെ. അപ്പം ഗ്രാമങ്ങൾ ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാൻ പോയി ഞങ്ങളെല്ലാവരും കൂടെ. അടുത്തുള്ള പുഴയുണ്ട്, തൊപ്പിക്കോട് ഉണ്ടാക്കുന്ന സ്ഥലം, കലങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ കാണാൻ വേണ്ടി പോവാം. ഈ ഗ്രാമത്തിന്റെ ഫസ്റ്റ് സ്കൂളായിരുന്നു. ഇതെന്താ കലങ്ങൾ ഉണ്ടാക്കുന്ന? ഇതൊരു ചെറിയൊരു കലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൊച്ചുപുരയാണ്. അപ്പം ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ഊരുതണ്ടീസ് കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് നിലവിൽ കേരളത്തിലാണ് നടക്കുന്നത്. അറൈസ് പറഞ്ഞിട്ടുള്ളൊരു NGOയുടെ കീഴിലാണ് നടക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമിനെ പോലെ തന്നെ ഊരുതെണ്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ ഒരു ഇൻസൾട്ടായിട്ടാണ്, അല്ലെങ്കിൽ അത് കളിയാക്കി പറയലാണ്. ആരെങ്കിലും ഒരു ഇഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്കോ വേണ്ടി യാത്ര ചെയ്ത് തുടങ്ങിയാൽ അപ്പോൾ കളിയാക്കി വിളിക്കുന്നതാണ് ഓൻ തെണ്ടി നടക്കലാണ്, ഊരുതെണ്ടലാണ്. പക്ഷേ ഈ ഊരുതണ്ടികൾ നടത്തുന്ന ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഒരു നാട്ടിലുള്ള സംസ്കാരം, മ്യൂസിക്, കഥകള്, അതൊക്കെ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഊരുതണ്ടികൾ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഊരുതണ്ടികൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്ലാനിലുള്ള ഒരു 10 ദിവസത്തെ ഒരു നൊമാഡിക് എക്സ്പീരിയൻഷ്യൽ യാത്ര. ലൈക്ക് മോർ ദാൻ ഒരു ഡെസ്റ്റിനേഷൻ ട്രാവലിൻ്റെ അപ്പുറത്ത് എക്സ്പീരിയൻഷ്യൽ ആയിട്ട് ലൈക്ക് പീപ്പിളിനെ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നമ്മളെ സുരേഷ് ഏട്ടനെ പോലത്തെ, വൈപ്പിനിൽ മനോജേട്ടനെ പോലത്തെ അങ്ങനത്തെ കുറച്ച് നല്ല മനുഷ്യരുണ്ട് കേരളത്തിൽ. മനോജേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. 2050 ആകുമ്പോഴത്തേന് വൈപ്പിന് മുങ്ങുന്നാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് IB മനോജ് പറഞ്ഞിട്ടുള്ള മനോജേട്ടൻ. മൂപ്പര് അവിടെ കണ്ടൽ കാടുകൾ നടത്തുന്നുണ്ട്. പൊക്കാളി കൃഷി പറഞ്ഞിട്ടുള്ള കേരളത്തിലെ ഒരു പഴയ കൃഷി രീതിയാണ്. അതെ, അത് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനത്തെ ഒരു പ്രകൃതി സ്നേഹിയാണ്. അപ്പം അങ്ങനത്തെ കുറെ മനുഷ്യന്മാരുണ്ട്. നമ്മൾ പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാത്ത ഇങ്ങനത്തെ മനുഷ്യന്മാരെ കാണുക, മ്യൂസിക് എക്സ്പീരിയൻസ് ചെയ്യുക, കൾച്ചർ എക്സ്പീരിയൻസ്, അവരൊക്കെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. യെസ്, നമ്മളെ ഇപ്പോൾ നമ്മുടെ സെലിബ്രിറ്റീസിനൊക്കെ എടുത്താലും അവരുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എത്രമാത്രം ഉണ്ട് നമ്മളൊരു ക്വസ്റ്റ്യനിങ് ആണ്. പക്ഷെ ഇങ്ങനത്തെ ആളുകളുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് വളരെ വലുതായിരിക്കും. അത് നമുക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊന്നല്ലായിരിക്കും. പക്ഷെ മറ്റ് പലരും സൊസൈറ്റിയിലെ ഭൂരിപക്ഷം ഇവരെ സംശയിക്കുന്നവരാണ്. അതെ, അതാണ്.
അപ്പൊ അങ്ങനത്തെ ഒരു 10 ഡേയ്സിൽ അതെ 10 ഡേയ്സ് നൊമാഡിക് പരിപാടിയായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ എറണാകുളത്തെ ഉള്ള IB ഏട്ടനെ പരിചയപ്പെട്ടു. അവിടെ പൊക്കാളി കൃഷി മനസ്സിലാക്കി, കണ്ടലുകൾ നട്ടു. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് കുറെ കൺസേൺസ് വരും. അങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാരെ ഉണ്ടാക്കുക എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഐഡിയ. ഇനി നമ്മൾ ഈ സുരേഷ് ഏട്ടൻ്റെ അടുത്ത് 2 ദിവസം ഉണ്ട്. നാളെ അതുപോലെ കുറച്ച് മാപ്പിള കളകളെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്, അയ്യൂബ് ക പറഞ്ഞിട്ട്, നമ്മുടെ റാജിമിന്റെ ഉപ്പയാണ്. അതെ, റാജിമിന്റെ ഉപ്പ ഒരു എഴുത്തുകാരനുമാണ്. ഇങ്ങനെ മാതിരി മാപ്പിള കലകളിൽ പല മാലപ്പാട്ട്, സൂഫി ഗാനങ്ങൾ, ഇതിന്റെ അർത്ഥങ്ങൾ, ഇതിന്റെ റിസർച്ച് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ മൂപ്പരെ കുറച്ച് ലോക്കൽ ആളുകളും ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെഹഫിലുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യുക. അതുപോലെ കേരളത്തിന്റെ ഒരുപാട് തെയ്യം, തോൽപ്പാവക്കുത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ ഈ ആലിപ്പറമ്പ് തന്നെ ആണെങ്കിൽ ചേന കൃഷി, അങ്ങനത്തെ കൃഷി രീതികള്, ടെക്നോളജി, ഹാൻഡിക്രാഫ്റ്റ്, മ്യൂസിക്, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു 10 days പ്രോഗ്രാമാണ് ആണ് ഊർദൻഡീസ് കളക്റ്റീവ് എന്ന് പറയുന്നത്. സംതിങ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ഞങ്ങൾ എക്സ്പീരിയൻസിനാണ് പ്രിഫർ ചെയ്യണത് rather than ഡെസ്റ്റിനേഷൻ. ആലിപ്പറമ്പിലെ യുവ കേരള വായനശാല. ഇത് ചേനക്കൃഷി ചെയ്യാൻ പോവാണ്. കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ചേനക്കൃഷി ആരംഭിക്കാൻ പോകുന്നതാണ് ഇവിടെ. കാരണം ഈ ഗ്രാമമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേന ഗ്രാമം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതും കൂടെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ചേന വെക്കാനുള്ള തടം തിരിച്ചതാണ്. കണ്ട വ്യത്യാസമുണ്ട് മറ്റുള്ളത് നോക്കില്ല. വളരെ അടുത്തടുത്ത് തടാണ് കാണുന്നത്. അത് ശരി, ചേനൻ്റെ വിത്ത് ഇട്ടതിന് ശേഷം ഈ വൈക്കോല ഇടുക അല്ലേ? അതിന് ശേഷം മണ്ണിടുക? മണ്ണിടൂല, ഓൺലി वैकोल. आई शरी. ओके ओके. आपको बोला कितने कैसा आपका कूली लगता है? ये हमारा एक कुई का मिलता है 4.5 रुपये. एक कुई? हाँ, ये 4.5 रुपये बन गया. एक. अब 9 रुपये बन गया. 9 रुपये बन गया. बहुत पैसा बहुत बनाता है ना. इसमें बहुत काम है. फुल काम. इसको चाइना डालेगा. हाँ वो सब. हाँ फुल काम. फुल इसको चाइना डालेगा. उसके बाद वो बैकुल डालेगा, कोई कटन डालेगा. उसको फिर चाल क्लीन करेगा. सबके लिए 4.5. 4.5. वो चानी वो चाल बना हुआ JCB से, मैसिंग से, वो बना के देगा तो 4.5 रुपया. वो खुद बनाएगा तो वो 5 रुपया 5.5 रुपया ऐसे करके. ऐसा मिलता है. हाँ. मीन्स हम सोचा ये सिर्फ एक ही कुली. नहीं ऐसे नहीं. तो नौकरी वाला भी नहीं ना पड़ता है. सब काम फिनिश हो जाएगा तो आपको 5.5 हाँ 4.5 रुपये मिलता है अभी. चाल बनाएगा तो ज्यादा मिलता है. साल में कितना पद इधर ही रहेगा? पानी कंटिन्यू चाहिए इसमें. हाँ पानी चाहिए. हाँ पानी चाहिए तो अभी नहीं चाहिए. अभी 1 महीने के बाद इसको पानी डालना चाहिए तब निकलेगा. लगाने के बाद. निकलने के बाद. नहीं निकलने से पहले पानी चाहिए इसमें. थोड़ा थोड़ा. शुक्रिया. आप किधर का? हम बिहार का है. ബീഹാർ. ഇതുള്ള വളങ്ങൾ അല്ലേ? ഇത് വളങ്ങൾ ചേനന്റെ ചേന ഇങ്ങനെ വന്ന് കിടക്കും. ഇനി ചേന ഇങ്ങനെ ഇത് ചിലപ്പോൾ 4 കഷ്ണം 5 കഷ്ണം ആക്കും. ഇങ്ങനെ വെട്ടി ചെയ്യും, ഇങ്ങനെ വെട്ടി ചെയ്യും, ഇങ്ങനെ വെട്ടി ചെയ്യും, ഇങ്ങനെ വെട്ടി ചെയ്യും, ഇങ്ങനെ വെട്ടി. അപ്പൊ ചേന വിത്ത് ഇവർ റെഡിയാക്കി വെച്ചതാണ് അല്ലേ? ഇത് ഇതിൽ തന്നെ നേരത്തെ എടുക്കുന്നതാണ് ഇവർ. ചേനന്റെ വിത്ത്. അതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേന ഗ്രാമം എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ ചേന ലോഡ് കണക്കിന് വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. നമ്മളെയൊക്കെ എല്ലാ പ്രോത്സാഹന കാർഷികമാണ്. 1.5 മാസം ഇവിടെ ഉണ്ടാവും. ഇവിടെ അടുത്ത പ്രദേശങ്ങളിലാണ് പിന്നെ താമസിക്കുന്നത് അവർ. നമ്മുടെ ഷെഡ് കിടക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ശുക്രിയ. ബൈ ബൈ ബോലോ. ശുക്രിയ. ഇതാണ് നല്ലൊരു കാഴ്ച ഉണ്ട് കണ്ടില്ലേ? കുട്ടികൾ പ്രാണികളെ തിന്നാൻ വേണ്ടിയിട്ടാണ് അവർ. അടിപൊളി കാഴ്ച നമ്മൾ കാണുന്നത്. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് തൂതപ്പുഴ. പാലക്കാട് ജില്ലേനെയും മലപ്പുറം ജില്ലേനെയും വേർതിരിക്കുന്ന ഈ പുഴ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാളുണ്ട്, നമ്മുടെ സുരേഷ് മലയാളി. കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് അങ്ങോട്ട് മൂപ്പറൊന്ന് പറഞ്ഞു കൊടുക്കി. എന്തൊക്കെയാണ് നമ്മളെ ഐതിഹ്യമാണ്, പഴംപുരാണമാണ് കേട്ടോ. തൂത എന്ന് പറഞ്ഞ സാധനം ഒരു പാനിയുടെ പേരും കൂടിയാണ്. നമ്മൾ പണ്ടൊക്കെ തൈരൊക്കെ കെട്ടി തൂക്കിയിരുന്നില്ലേ തൂത. ഇപ്പൊ ഉണ്ണിക്കണ്ണന്റെ അല്ലേ ഇങ്ങനെ കൃഷ്ണാട്ടത്തിനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സാധനത്തിനാണ് തൂത എന്ന് പറഞ്ഞ പേര് ഉത്ഭവിച്ചത്. അങ്ങനെ ആ തൂത ഇവിടെ ഒഴുകി വന്നു എന്നും അത് എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഉറച്ചു പോയി എന്നൊക്കെയാണ്. തൂത ക്ഷേത്രം ഉണ്ട് ഇവിടെ. 2 തൂത ഉണ്ട് കേട്ടോ.
അപ്പുറത്ത്. ഒന്ന് പാലക്കാട് ജില്ലയിലുണ്ട്, ഒന്ന് മലപ്പുറം ജില്ലയിലുണ്ട്. ഭൂതക്ഷേത്രമുണ്ട്. അതെ, അതിൽ നിന്നാണ് മഴയും ഉത്ഭവവും സംസ്കാരവും ഒഴുകുന്നത്. നമ്മൾ വെറും പുഴയല്ലല്ലോ ഒഴുകണേ, ഒരു സംസ്കാരം ഒഴുകല്ലേ. മഴയെൻ്റെ അതിന് ഇപ്പോഴും നല്ല 2 ജില്ലനെ ഡിവൈഡ് ചെയ്തിട്ട് പോകുന്നതാണ് തൂതപ്പുഴ. തൂത അതിനെക്കുറിച്ച് വല്ല കവിതകളോ പാട്ടായിട്ടുണ്ടോ? ഓ, മഴയല്ലേ തരുന്ന പുഴ, മഴ തന്ന പുഴയാണ് തൂത. തൂത എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരം ഒഴുകുമ്പോൾ മഴയെൻ്റെ മനസ്സിൻ്റെ ഉൾത്താളിലുതിരുന്ന നനവാർന്നൊരോർമതൻ തുള്ളി, മഴവില്ലിലെഴുതാൻ മറന്നിട്ടു പോയോരു മധുരാനുഭൂതി തൻ താര. മഴ എൻ്റെ ജീവൻ്റെ അമൃതം, മഴ എൻ്റെ പ്രണയാർദ്രമന്ത്രം. അതുകൊണ്ടാണ് തനുവാകെ കുളിരോടും വിരലാൽ തൊടുന്നേരമിട നെഞ്ചിൽ തുടിതപ്പുമേളം, മിഴിനീട്ടി നിന്നെ തൊടുന്നേരമകതാരിൽ ഉണരുന്നിതാതിമബോധം, ഉണരുന്നിതാതിമബോധം. അനേക ബീജ സംയോജനത്തിനുള്ള ഏറ്റവും നല്ല സാധനമാണ് ജലം, നാരായണം എന്ന് പറയില്ലേ. അതുകൊണ്ടാണ് ഒഴുകുന്ന പുഴ ഏറ്റുപാടുന്ന പാട്ടിൻ്റെ സ്വരതന്ത്രി നീയായിരിക്കേ, കര കാണാ കടലിൻ്റെ ആഴവും തിരയാകും ഓർമ്മയും നീയായിരിക്കേ, എരിയുന്ന മരുഭൂമി കാണും കിനാവിലെ ഹരിതാപനിയായിരിക്കേ, മഴയെൻ്റെ മനസ്സിൻ്റെ ഉൾത്താളിലുതിരുന്ന നനവാർന്നൊരോർമതൻ തുള്ളി. അതുകൊണ്ടാണ് ഒഴുകുന്ന പുഴയേറ്റു പാടുന്ന പാട്ടിൻ്റെ സ്വരതന്ത്രിനിയായിരിക്കേ, കര കാണ കടലിൻ്റെ ആഴവും തിരയാകും ഓർമ്മയും നീയായിരിക്കേ, എരിയുന്ന മരുഭൂമി കാണും കിനാവിലെ ഹരിതാപനിയായിരിക്കേ, മഴയെൻ്റെ ജീവൻ്റെ അമൃതം, മഴയെൻ്റെ പ്രണയാർദ്രമന്ത്രം. ഇന്നത്തെ സുരേഷ് പലയാളി എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധ വ്യക്തിൻ്റെ കൂടെ ഇന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞതും, എന്തേലും ഗ്രാമത്തിൻ്റെ പേര് ആലിപ്പറമ്പിൽ സന്ദർശിക്കാൻ കഴിഞ്ഞതും, പുഴയിൽ കുളിക്കാൻ പിള്ളേർക്ക് കഴിഞ്ഞതും ഒക്കെ കഴിഞ്ഞ് ഈ ചെറിയ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പുതിയ ഫ്രണ്ട്സിനും പരിചയപ്പെടാൻ പറ്റി. അപ്പം നെക്സ്റ്റ് എപ്പിസോഡ് വരെ എല്ലാവർക്കും ബൈ ബൈ പറയുന്നു. വിത്ത് സത്യാഗ്രഹ സമിതിയുടെ താങ്ക് യു.